ഇടയ്ക്ക് വിഷയമൊക്കെ ഉണ്ടായല്ലേ? ചെറിയ പരാതിയൊക്കെ വന്ന് ഊണൊക്കെ നിർത്തി വെച്ചിരുന്ന് പിന്നെ ചെറുതായിട്ട് കൊടുത്തു തുടങ്ങി. അത്രേനെ. ഈ കട തന്നെ എനിക്കറിയാം. ഇവിടെ ഒരു ഗ്രാമസഭയിൽ മീൻസ് അവിടെ നഗരസഭയിൽ നിന്ന് വന്നിട്ട് ഇത് നടത്താൻ പറ്റില്ലെന്ന് പറഞ്ഞാലും ഒരുപാട് പേർക്ക്, എന്നെപ്പോലുള്ള ഒരുപാട് പേർക്ക് ഭക്ഷണം തരുന്ന ഒരു പാനപാത്രമാണ് ഈ സംഭവം. നല്ല ഫുഡല്ലേ? നല്ല ഫുഡ്. 80 രൂപ. 80 രൂപയ്ക്ക് നല്ല ഫുഡ് അല്ലേ? കാരണം നല്ല ഫുഡ് കഴിക്കുമ്പോൾ തല വിയർക്കും. ഞാൻ ഇവിടുന്ന് കഴിക്കുമ്പോഴത്തേക്കൊക്കെ എൻ്റെ തല വിയർക്കാറുണ്ട്. നമസ്കാരം, ഇത് നമ്മുടെ പാലസ് റോഡാണ്, നമ്മുടെ ആറ്റിങ്ങൽ പാലസ് റോഡാണ്. പറയാതിരിക്കാൻ നിവൃത്തിയില്ല, കാരണം ഞാൻ ഡെയിലി ഇവിടുന്ന് ഭക്ഷണം കഴിക്കുന്ന ആളാണ്. കാരണം ഇവിടെ വന്നു കഴിഞ്ഞാൽ 80 രൂപയ്ക്ക് മീൻ വറുത്തതും കൂട്ടി ഊണ് കിട്ടും. പിന്നെ അത് മാത്രമല്ല, നമ്മളിപ്പോൾ 2 പേരൊക്കെ ഉണ്ടെങ്കിൽ ചേച്ചി 2 പേരൊക്കെ ഉള്ള ആഹാരമൊക്കെ ഒരു പൊതി തരും. ചേച്ചി ഞാൻ പലപ്പോഴും വരുമ്പോഴത്തേക്ക് 2 പേരുണ്ടെങ്കിൽ ചേച്ചി 2 പേരുള്ള ആഹാരം തരുമെങ്കിൽ അല്ലേ? അതൊക്കെ തരും. എന്റെ വീഡിയോ ഒരു ചെറിയ കടയാണ് ഞങ്ങളത്. എന്താ പറയുക, എത്രയോ കാലമായിട്ട് ഞങ്ങളുടെ ആഹാരം കഴിയുന്ന കടയാണ്. ഞങ്ങളുടെ വരുമ്പോഴത്തേക്ക് ഒരു ഊണ് വാങ്ങിച്ചു കഴിഞ്ഞാൽ 2 പേർക്കുള്ള ആഹാരം ചേച്ചി എന്തായാലും തരും. അങ്ങനെ 80 രൂപ കൊടുത്ത് 80 രൂപ കൊടുത്തു കഴിഞ്ഞാൽ ചേച്ചി പിന്നെ രാവിലെ നമ്മളെ ദോശയൊക്കെ ഉണ്ടല്ലേ? ദോശ പറഞ്ഞു കുഴപ്പമില്ല. ദോശയുണ്ട്, പിന്നെ ചമ്മന്തി ഉണ്ട്. ഇടയ്ക്ക് എന്നോടെന്തോ പറഞ്ഞു ചിക്കൻ കറി ഉണ്ടെന്ന് പറഞ്ഞിട്ട് ഞായറാഴ്ച മാത്രമേ ഉള്ളൂ. അപ്പൊ ഞായറാഴ്ച തുറക്കും ഇവിടെ. സംഭവിച്ചാല് ഇതൊരു ചെറിയ കടയാണ്. നമ്മളിത് കാണിക്കാതിരിക്കാൻ പറ്റത്തില്ല. കാരണം വെച്ചാൽ ചേട്ടാ ഇപ്പാ അണ്ണൻ ചേച്ചിയുടെ ഹസ്ബൻഡാണ്. ഓട്ടോ ഓടിക്കുന്ന ആളാണ്. അണ്ണാ 80 രൂപ. 80 രൂപയ്ക്ക് നല്ല ഫുഡ് അല്ലേ? കാരണം നല്ല ഫുഡ് കഴിക്കുമ്പോൾ തല വിയർക്കും. ഞാൻ ഇവിടുന്ന് കഴിക്കുമ്പോഴത്തേക്കൊക്കെ എൻ്റെ തല വിയർക്കാറുണ്ട് അല്ലേ? ഇത് നല്ല ഫുഡ്. അതിന് അണ്ണൻ തന്നെ ഇവിടെ എൻ്റെ ഇവിടെ കഴിക്കുന്നത് അല്ലേ? അതെ. അതെ. നിങ്ങളെ വീട്ടിൽ കൊടുക്കുന്ന സാധനം ഇവിടെ കൊടുക്കുന്നു. 80 ഇങ്ങനെ മുതലാവുന്നത്? മുതലാവണ രീതി മുതലായാൽ മതി. അത് മതി. ചേട്ടാ ഇവിടെ സ്ഥിരം കഴിക്കുന്ന ആൾക്കാരാണോ? കണക്കില്ല. ഒരു 80 രൂപയ്ക്ക് നമുക്ക് നല്ല ഫുഡ്, നമ്മളെ വീട്ടിലെ ഫുഡ് ഇല്ലേ? കിട്ടുന്നില്ലേ അത്? എല്ലാം ഉണ്ട്. മീൻകറി ഉണ്ട്, മീൻ വറുത്തുണ്ട് ഇല്ലേട്ടാ? ഇല്ലേ? മീൻ വറുത്തുണ്ട്, മീൻകറിയുണ്ട്. ഈ അമ്മയൊക്കെ സ്ഥിരം ഞാൻ കാണുന്ന അവിടെ. ഞാൻ രാവിലെ ഒന്നൊരു ഉച്ചയുണ്ടാവാലും ഇവിടെ. നല്ല ഫുഡല്ലേ? നല്ല ഫുഡ്. സാറിന് നമ്മുടെ നല്ല ഈ എന്താ പറയാ കുരുമുളക് ചേർത്ത കറി കഴിച്ചാൽ തല വിയർക്കും അല്ലേ? ഞാനിവിടുന്ന് മാച്ചുകൊണ്ട് പോകുമ്പോഴേ ഞാൻ ഇവിടുന്ന് അധികം കഴിക്കാറില്ല. പാഴ്സൽ വാങ്ങിന്റെ വേറുള്ളത് കഴിക്കുമ്പോഴേക്ക് തല എങ്ങനെ വിയർത്ത് വരും. നല്ല ഫുഡിന്റെ ലക്ഷണം അതല്ലേ? കുരുമുളകും ഒക്കെ ചേർത്തിട്ട്. അത് മാത്രമല്ല, ഈ ചേട്ടൻ നമ്മുടെ ചേച്ചിയുടെ ചേട്ടൻ കഴിക്കുന്ന ഇവിടുന്നാണ്. പലപ്പോഴും ചേട്ടൻ ഓട്ടോ ഒക്കെ ഓടിയിട്ട് വന്നിട്ട് ഇവിടുന്ന് ഭക്ഷണം കഴിക്കുന്നത്. ശരിയമ്മ, അമ്മ എപ്പോഴും കാണാറുണ്ടോ? എന്തായാലും ഒരു എന്താ പറയാ ചെറിയ ചെറിയ കടകളൊക്കെ നമ്മൾ പരിചയപ്പെടുത്തുകയാണ്. ചേച്ചി ഇങ്ങ് വാ. ചേച്ചി വിളിച്ചിരിക്കുന്നു. ചേച്ചി ഇപ്പൊ ചേട്ടൻ വരെ ഇവിടുന്ന് കഴിക്കുന്നത്. വീട് എല്ലാ ഇത് കട തന്നെ. ഒന്നും പറയാൻ എനിക്ക് നിവൃത്തിയില്ല. കാരണം വെച്ചാൽ ഇത് ഒരു സൈഡിൽ അവർ തുടങ്ങിയ കടയാണ്. ഇടയ്ക്ക് വിഷയമൊക്കെ ഉണ്ടായല്ലേ? ചെറിയ പരാതിയൊക്കെ വന്ന് ഊണൊക്കെ നിർത്തി വെച്ചിരുന്ന് പിന്നെ ചെറുതായിട്ട് കൊടുത്തു തുടങ്ങി. അത്രേനെ. പക്ഷെ ഒരു കാര്യം കേട്ടോ, നമ്മളിപ്പോൾ പുറത്ത് പോയിട്ട് ഒരു ഊണ് വാങ്ങിച്ചു കഴിഞ്ഞാൽ 140 രൂപ 150 രൂപയൊക്കെ ആവുന്നുണ്ട്. നമ്മൾ പൈസക്കായിട്ടൊന്നും അല്ലല്ലോ കൊടുക്കുന്നത്. ഇവിടെ ജോലി ചെയ്ത് കൊടുക്കുന്നത് നമുക്ക് അതിലൊരു ഓഹരി നമ്മൾ കഴിക്കും. 80 രൂപയ്ക്ക് പാഴ്സൽ ഇട്ടിട്ടുണ്ട്. 80 രൂപയ്ക്ക് വാങ്ങിച്ച് നമ്മൾ 2 രൂപ കഴിക്കും. നമ്മളെപ്പോലെ പാവപ്പെട്ടവർക്ക് ഒരു അനുഗ്രഹമാണ് അത്. കഴിക്കുന്നവർക്ക് വയറ് കയറണം, മാസം തരണം. അത്രേ ഉള്ളൂ. ചേച്ചിയുടെ കൈപ്പുണ്യമാണ് ഏറ്റവും വലുത്. ഞാനത് വായിക്കാനില്ല. ചേച്ചിയുടെ പൂട്ടല്ലേ? ചേച്ചിയുടെ കൈപ്പുണ്യമാണ് അത്. എനിക്ക് പറയുന്നില്ല. ചേച്ചി നിങ്ങൾ വീട്ടിൽ കൊടുക്കുന്നത് ഈ ആഹാരം അത് പുറത്തും കൊടുക്കും? ഇവിടെ വേവിക്കുന്നു, നമ്മളും കഴിക്കുന്നു, വരുന്നവർക്കും കൊടുക്കുന്നു. അത്രേ ഉള്ളൂ.
ഈ പറയും പോലെ വലിയ പരിപ്പും പപ്പടമൊന്നും ഇല്ലെങ്കിൽ ഒന്നുമില്ല. സാമ്പാറും മീൻകറി രസം പുളിശ്ശേരി ശരി, പിന്നെ പൊരിച്ച മീനുമുണ്ട്. ഇതാണ് ഒരു മനുഷ്യൻ്റെ നിറവ് എന്നുള്ള സാധനം. അതാണ് ചില വലിയ സംഭവങ്ങളൊന്നും ഇല്ലെങ്കിൽ പോലും ഒരാൾ ഒരിക്കൽ ഞാൻ വന്നപ്പോൾ ചേട്ടാ ഇങ്ങനെ വന്നേട്ടാ, ഒരിക്കൽ ഞാൻ വന്നപ്പോഴത്തേക്ക് ഒരു പയ്യൻ വിശന്ന് വലഞ്ഞ് ഇല്ലേച്ചി അല്ല ഞാൻ നിൽക്കുമ്പോഴേ വന്നത് വിശന്ന് വലഞ്ഞൊരു ഒരു കൊച്ചു പയ്യൻ വന്നത് വിശന്ന് വലഞ്ഞൊരു പയ്യൻ വന്നപ്പോഴത്തേക്ക് എനിക്ക് എന്താ തന്നേ അതേ സാധനം അല്ലേച്ചി, അതേ സാധനം ഉൾപ്പെടെ കൊടുത്തിട്ട് ആരും പിന്നെ കണ്ടായിരുന്നോ? പിന്നെ കണ്ടിട്ടേ ഇല്ല. അതിനിടയ്ക്ക് അവിടെ ആൾക്കാരുടെ പൈസ ചോദിക്കുന്നു. അല്ലേ അണ്ണനോടല്ലോ സമയത്ത് ആ പയ്യൻ വന്നപ്പോഴത്തേക്ക് അണ്ണനല്ലേ കൊടുത്തത്? അല്ല എന്ത് സംഭവത്താ കണ്ട പിന്നെ കണ്ടില്ല. ശരി, എന്തായാലും എന്താ പറയാ, നന്മ നിറഞ്ഞ പാനപാത്രങ്ങൾ നമ്മുടെ നാട്ടിൽ ഒരുപാടുണ്ട്. ഇത് ഒന്നും രണ്ടും ഒന്നല്ല, ഒരുപാടുണ്ട്. അപ്പം നമ്മളത് ചെയ്യേണ്ടതും നാട്ടുകാരുടെ അറിയിക്കേണ്ട നമ്മുടെ കടമയാണ്. ഈ കട തന്നെ എനിക്കറിയാം, ഇവിടെ ഒരു ഗ്രാമസഭയിൽ മീൻസ് അവിടെ നഗരസഭയിൽ നിന്ന് വന്നിട്ട് ഇത് നടത്താൻ പറ്റില്ല എന്ന് പറഞ്ഞാലും ഒരുപാട് പേർക്ക്, എന്നെപ്പോലുള്ള ഒരുപാട് പേർക്ക് ഭക്ഷണം തരുന്ന ഒരു പാനപാത്രമാണ് ഈ സംഭവം. അവരൊക്കെ ഒരു എന്താ പറയുക, കാശില്ലെങ്കിൽ പോലും മനസ്സ് നിറയെ വയറ് നിറയെ ആഹാരം തരുന്ന ആൾക്കാർ. വിശ്വാസമുണ്ടെങ്കിൽ ക്യാമറ അരുൺ സാറിനൊപ്പം സ്വീറ്റ് മറ സൈനിക.